നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. നമ്മൾ വീട്ടിൽ വൈഫൈ ഒക്കെ യൂസ് ചെയ്യാറുണ്ടല്ലേ. വൈഫൈ യൂസ് ചെയ്ത് എന്തെങ്കിലും ഡൗൺലോഡ്സ് ചെയ്യുമ്പം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വീഡിയോ മീറ്റിങ്ങിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ ചെറിയൊരു പണി നമുക്ക് കിട്ടാറുണ്ട്. വൈഫൈ അപ്പം തന്നെ ഡിസ്കണക്ട് ആയി പോകും, നമ്മുടെ പരിപാടി അപ്പാടെ നിലയ്ക്കും. എന്നിട്ട് ഉടനെ തന്നെ കറണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ തറ ചോദിച്ചിട്ട് പറയും KSEB നമ്മൾ സ്മരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. Cuzor എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ മിനി UPS എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റാണ്. അതായത് നമ്മുടെ വൈഫൈ റൗട്ടറിന് ഒരു പവർ ബാങ്ക് എന്ന് വേണേൽ പറയാം. അതായത് കറണ്ട് പോയി കഴിഞ്ഞാലും വൈഫൈ ഓഫ് ആകാതെ കുറച്ച് നേരം പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് പ്രോഡക്റ്റാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഈ ഒരു ബോക്സിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. ഇതിൽ ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് 12 വോൾട്ട്. അതായത് നമ്മൾ ഇതിലേക്ക് 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററിൽ നിന്ന് വേണം കണക്ഷൻ കൊടുക്കാൻ. DC ഇൻപുട്ട് കൊടുത്തിട്ട് 12 വോൾട്ട് തന്നെയാണ് DC ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ പീക്ക് കറണ്ട് ഇതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് 2.5 ആംപിയർ ആണ്. അതായത് 5 അവേഴ്സാണ് മാക്സിമം ബാക്കപ്പ് ഈ ഒരു പ്രോഡക്റ്റിന് നൽകാൻ കഴിയുന്നത്. പിന്നെ 18.5 വാട്ട് അവർ കപ്പാസിറ്റി എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ ട്രൂ ഓൺലൈൻ UPS ഫംഗ്ഷൻ എന്ന് എഴുതിയിരിക്കുന്നു. അതായത് കറണ്ട് പോയാൽ നമ്മുടെ വൈഫൈ കട്ടാകാതെ തന്നെ UPSൻ്റെ ഫംഗ്ഷൻ ചെയ്യും ഇത്. പിന്നെ 0 ലാഗ് സ്വിച്ചിങ് ആണ്. അതായത് പെട്ടെന്ന് തന്നെ കറണ്ട് പോകുമ്പോഴേ നമ്മുടെ മോഡത്തിന് ഓഫ് ആകാനൊരു ചാൻസ് കൊടുക്കാതെ കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഓവർ ചാർജിങ് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഡീപ്പ് ഡിസ്ചാർജ് പ്രൊട്ടക്ഷൻ ഉണ്ട്, ലോങ് ബാറ്ററി ലൈഫ് നൽകിയിരിക്കുന്നു, മൾട്ടി ഫംഗ്ഷൻ LED ഇൻഡിക്കേഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ തെർമൽ പ്രൊട്ടക്ഷൻ, അതുകൂടാതെ കോമ്പാക്ട് സൈസ് എന്നുമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രൊഡക്റ്റ് ഇമേജും നൽകിയിട്ടുണ്ട്, ബ്ലാക്ക് കളർന്നും എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം ഈ ഒരു സൈസാണ് നമ്മുടെ പ്രൊഡക്റ്റിന് വരുന്നത്. എന്തായാലും നമുക്ക് പ്രോഡക്റ്റ് ബോക്സ് തുറക്കാം. അതിന് മുമ്പ് ഇവിടെ മെയ്ഡ് ഇൻ ഇന്ത്യ വിത്ത് ലവ് ബൈ Cuzor ടീം എന്ന് എഴുതിയിട്ടുണ്ട്. റീസൈക്ലബിൾ ആൻഡ് എക്കോ ഫ്രണ്ട്ലി പാക്കേജിംഗ് എന്നും എഴുതിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ബോക്സ് അങ്ങ് ഓപ്പൺ ചെയ്തേക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലൊരു വാറണ്ടി കാർഡാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിലൊരു QR കോഡ് ഉണ്ട്, അത് സ്കാൻ ചെയ്തിട്ട് നമ്മൾ വാറണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇതിൽ യൂസർ ഇൻസ്ട്രക്ഷൻസ് നൽകിയിട്ടുണ്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ ഇതുണ്ടോ പല ടൈപ്പുള്ള അഡാപ്റ്റർ പ്ലഗുകളുണ്ട്. അപ്പോൾ നമ്മുടെ മോഡത്തിന് ചിലപ്പം 5.5 മില്ലിമീറ്ററിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ 2.1 മില്ലിമീറ്ററിൻ്റെ പോർട്ടായിരിക്കാം വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അഡാപ്റ്റേഴ്സും പ്ലഗും കേബിളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്കത് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. പിന്നെ ഇതിലെങ്ങനെയാണ് കണക്ഷൻ കൊടുക്കേണ്ടത് എന്നുള്ളൊരു ഡയഗ്രവും കാര്യങ്ങളും നൽകിയിരിക്കുന്നു. LED ഇൻഡിക്കേറ്ററിൻ്റെ സ്റ്റാറ്റസുകൾ എങ്ങനെയാണെന്ന്, ഗ്രീൻ ആണെങ്കിൽ ഓൺ മെയിൻ ആണ്, ബാറ്ററി ചാർജിങ് കണ്ടീഷനാണ്, റെഡ് ആണെങ്കിൽ ബാറ്ററിയിലാണ്, പവർ വരുന്നില്ല എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇൻസ്ട്രക്ഷൻസ് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോഡക്റ്റ് പുറത്തെടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ UPS. 12 months ഡോർ സ്റ്റെപ്പ് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിവൈസിന് എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കസ്റ്റമർ കെയർ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിക്കുകയാണെങ്കിൽ ഇവർ ഡോർ സ്റ്റെപ്പ് പിക്കപ്പ് ആൻഡ് സർവീസ് ആണ് തരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ Cuzor എന്ന് ബ്രാൻഡിങ് കാണാം, ഒരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്, ഒരു LED ഇൻഡിക്കേറ്റർ കാണാം, പിന്നെ ഒരു ഔട്ട്പുട്ട് പോർട്ടും കാണാം. അതുപോലെ തന്നെ പുറകിൽ ഒരു ഇൻപുട്ട് പോർട്ടും കാണാം. 12 വോൾട്ട് 2.5 ആംപിയർ എന്ന് എഴുതിയിരിക്കുന്നു. ബാക്കി പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം നൽകിയിട്ടുണ്ട്. ഓക്കെ, സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കസ്റ്റമർ കെയർ നമ്പറാണുള്ളത്. ഇനി ഈ ഒരു QR കോഡാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്, ഇത് സ്കാൻ ചെയ്തിട്ട് വേണം നമുക്ക് വാറണ്ടി രജിസ്റ്റർ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. കണ്ടോ, ഇപ്പോൾ റെഡ് ഇൻഡിക്കേഷനാണ് കത്തുന്നത്, അതിനർത്ഥം ഇപ്പോൾ ബാറ്ററിയിലാണ് റൺ ചെയ്യുന്നതെന്നാണ്. ഓക്കെ, നമുക്കിത് ഓഫാക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അഡാപ്റ്റർ പ്ലഗുകളും കൂടെ നോക്കാം. അപ്പോൾ ഇത്രയും കേബിൾസാണ് നമുക്കിതിൻ്റെ കൂടെ ലഭിക്കുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ 3 കേബിളുണ്ട്. ഇതിൽ ഒരെണ്ണം ഡാമേജ് ആയിട്ടുണ്ട് ചെറുതായിട്ട്, മാനുഫാക്ചറിങ്ങിൽ വന്ന എന്തെങ്കിലും ഡിഫക്റ്റ് ആയിരിക്കാം. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതിൽ 2 ഫീമെയിൽ ടു മെയിൽ കേബിളും ഒരു മെയിൽ ടു മെയിൽ കേബിളുമാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങളുടെ റിക്വയർമെൻറ്റ് നോക്കി നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിതിൻ്റെ കണക്ഷൻ പ്രോസസ്സ് ഇനി നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മിനി UPS വെച്ച് പവർ ചെയ്യാൻ പോകുന്നത് ഈ D-Linkൻ്റെ ഒരു റൗട്ടറാണ്. ആക്ച്വലി ഇത് മോഡം അല്ല, നമുക്ക് മോഡം ഓൾറെഡി ഒരെണ്ണം ഉണ്ട്, അത് ഞാൻ UPSലാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇതപ്പോൾ ഞാൻ സെപ്പറേറ്റ് വീട്ടിലേക്ക് വെച്ചേക്കുന്ന ഒരു റൗട്ടറാണ്. അതായത് സ്റ്റുഡിയോയിലെ ഇൻ്റർനെറ്റ് കണക്ഷൻ വീട്ടിൽ വൈഫൈ ആയിട്ട് ലഭിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ഒരു സെറ്റപ്പാണ്. അപ്പം സ്റ്റുഡിയോയിൽ നമ്മുടെ UPS ഉള്ളതുകൊണ്ട് തന്നെ വൈഫൈ കറണ്ട് പോയാൽ ബാക്കപ്പ് ഉണ്ടാകും, പക്ഷേ വീട്ടിൽ കറണ്ട് പോയ ഉടനെ റൗട്ടർ ഓഫായി പോകും. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സംഭവം ഇപ്പോൾ യൂസ് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ DIR 650 എന്ന് പറയുന്ന D-Linkൻ്റെ റൗട്ടറാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് എഴുതിയിട്ടുണ്ട് 12 വോൾട്ട് 0.5 ആംപിയർ എന്ന്. ഇതാണ് നിങ്ങൾ നോക്കി ഉറപ്പ് വരുത്തേണ്ട ഒരു സാധനം. നിങ്ങൾ റൗട്ടർ അല്ലെങ്കിൽ മോഡം എന്താണ് പവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് എത്രയാണെന്നുള്ളത് ഇവിടെ നോക്കി വെരിഫൈ ചെയ്യുക. ഒന്നെങ്കിൽ ഇവിടെ ഈ പോർട്ടിൻ്റെ ഇവിടെ അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ
അത് നൽകിയിട്ടുണ്ടായിരിക്കും. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ബോക്സിൽ എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് അവർ നൽകിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതിലേക്ക് ഇൻപുട്ട് പവർ കൊടുക്കുക എന്നുള്ളതാണ്. ഇൻപുട്ട് പവർ കൊടുത്ത് ഇതൊരു 2 മണിക്കൂർ ചാർജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ ഈ ഡീലിങ്ങിൻ്റെ പവർ ബ്രിക്കാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് കാണാൻ സാധിക്കും. ഇതെല്ലാം അവർ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇതിൽ കണ്ടോ 12 വോൾട്ട് 0.5 ആംപിയർ എന്നാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എഴുതിയേക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാർജർ ഇതുപയോഗിച്ച് വേണം നമ്മളിത് ചാർജ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ 3 കേബിളുകൾ നൽകിയിട്ടുണ്ടെന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. അതിൽ ഈ ഒരു കേബിളാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ഡീലിങ്കിന് വരുന്നത് ഏറ്റവും ചെറിയ DC ഇൻപുട്ട് പോർട്ടാണ്. അപ്പോൾ നമുക്കത് ഡയറക്റ്റ് ഇതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ ഈ ഒരു കൺവേർട്ടർ കേബിൾ യൂസ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ ഫീമെയിൽ പോർട്ടിലേക്ക് ഇത് കണക്ട് ചെയ്യുക. അതിനുശേഷം ഇത് ഇൻപുട്ട് പോർട്ടിലേക്കും കണക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മുടെ റൗട്ടർ UPS ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ നിന്നുള്ള ഔട്ട്പുട്ട് പോർട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു മെയിൽ ടു മെയിൽ കേബിളാണ് ആദ്യം എടുക്കേണ്ടത്. അതെടുത്ത് ഇവിടെ കണക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു കേബിൾ യൂസ് ചെയ്തിട്ട് വേണം നമുക്കിതിൻ്റെ ലെങ്ത് കുറച്ച് നമ്മുടെ ഈ ഒരു പോർട്ടാക്കി ഈ ഒരു റൗട്ടറിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സ് നമ്മൾ പിന്നീടാണ് ചെയ്യേണ്ടത്. അതിന് മുമ്പ് നമ്മളിത് 2 മണിക്കൂർ ചാർജ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. സോ ഞാനിത് പ്ലഗ് ഇൻ ചെയ്തിടാൻ പോവാണ് AC പവറിൽ. ഓക്കെ, അത് കണക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഗ്രീൻ LED വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഓൺ മെയിൻസ് ചാർജിങ് എന്നുള്ളതാണ്. അപ്പോൾ ഇനി 2 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ ഒരു കേബിൾ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കറൻ്റ്ലി റൗട്ടർ കണക്ട് ചെയ്തു. അതിലേക്ക് എത്തർനെറ്റ് കേബിൾ വഴി ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വൈഫൈ കറൻ്റ്ലി ആക്റ്റീവാണ്. സോ ഇത് വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പവർ ഊരിവിട്ടിട്ട് ഈ ഒരു UPSന് എത്ര നേരം ബാക്കപ്പ് ലഭിക്കുമെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കറൻ്റ്ലി ഇവിടെ ഗ്രീൻ ലൈറ്റ് എത്തിയിട്ടുണ്ട്. ഓൺ മെയിൻസ് എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഇവിടെ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. അതായത് കറൻ്റ്ലി UPS മോഡിൽ ആക്റ്റീവാണ് നമ്മുടെ ആ ഒരു റൗട്ടർ UPS. സോ ഇനി എന്തായാലും നമുക്ക് ഈ പവർ അങ്ങോട്ട് റിമൂവ് ചെയ്യാം. എന്നിട്ട് എത്ര നേരം ഈ ഒരു പ്രോഡക്റ്റിന് ബാറ്ററി ബാക്കപ്പ് ലഭിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഊരുമ്പോൾ നിങ്ങൾക്ക് കാണാം, അവിടെ കണ്ടോ റെഡ് LED ഇൻഡിക്കേഷൻ ആയിട്ടുണ്ട്. അതായത് ഓൺ ബാറ്ററി എന്നുള്ളതാണ്. ഇപ്പോൾ കറൻ്റ്ലി സമയം 8:15 അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ ടൈം ലാപ്സ് റൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എത്രത്തോളം മണിക്കൂർ ഈ ഒരു പ്രോഡക്റ്റിന് ഈ ഒരു റൗട്ടറിന് ബാക്കപ്പ് നൽകാൻ സാധിക്കും എന്നുള്ളത്. ഇപ്പോൾ അങ്ങനെ നമ്മുടെ ടെസ്റ്റ് തുടങ്ങിയിട്ട് കുറച്ച് മിനിറ്റുകൾ പിന്നിട്ടു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ ഈ ലൈറ്റുകളൊന്നും വലുതായിട്ട് ബ്ലിങ്ക് ചെയ്യുന്നില്ല അല്ലേ. അതിനർത്ഥം ഈ ഒരു പ്രോഡക്റ്റ് അധികം ആക്ടിവിറ്റി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ടെസ്റ്റ് ഈവൻ ആകാൻ വേണ്ടി ഒരു പരിപാടി ചെയ്തു. നമ്മൾ ഇവിടെയുള്ള എൻ്റെ കമ്പ്യൂട്ടറും എൻ്റെ സ്മാർട്ട് ഫോണും പിന്നെ നമ്മുടെ പ്ലേ സ്റ്റേഷനും എല്ലാം ഈ ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ പ്ലേ സ്റ്റേഷനിൽ ഒരു 65 GB ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് കണ്ടോ ലൈറ്റ് നല്ല പോലെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ റൗട്ടർ ഇപ്പോഴാണ് ശരിക്കും പണിയെടുക്കാൻ തുടങ്ങിയത്. നേരത്തെ ഐഡിലായിട്ട് ഇരിക്കുമായിരുന്നു എന്ന് വേണേൽ നമുക്ക് പറയാം. ഇപ്പോൾ 8:24 സമയം. ഇനി എത്ര നേരം ഈ ഒരു റൗട്ടർ UPSന് നമ്മുടെ ഈ ഒരു റൗട്ടറിന് ബാക്കപ്പ് നൽകാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ടെസ്റ്റിങ്ങിൽ 8.25 മണിക്കൂറാണ് നമുക്ക് ടോട്ടൽ ബാക്കപ്പ് ഈ ഒരു UPS തന്നത്. അത് 12 വോൾട്ടിൻ്റെ 0.5 ആംപിയർ പവർ ഡ്രോ ചെയ്യുന്ന റൗട്ടർ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എയർടെലിൻ്റെ അല്ലെങ്കിൽ ജിയോ ഫൈബറിൻ്റെ ഒക്കെ മോഡം കണക്ട് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 3.5 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അതിൽ നിന്ന് ബാക്കപ്പ് ലഭിക്കുക. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു Cuzor മിനി UPSൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തീരുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. അപ്പോൾ ഇത് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വാങ്ങാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായ മറ്റൊരു ടെക്നോളജി വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും ചാനൽ തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് മലയാളം ടെക്കിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അടുത്തുള്ള ബെൽ ഐക്കനോട് ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ വീണ്ടും ഒരു ഉഗ്രൻ ടെക്നോളജി വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.